ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഡീറ്റെയിൽ കമ്പാരിസൺ വീഡിയോ ഉടൻ വരുന്നുണ്ടെന്ന്. എന്നാൽ അതിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ടാണ് അതിലൊരു ഡിലേ വന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വിശേഷങ്ങളായിരിക്കില്ല, മറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതുവരെയുള്ള നമ്മുടെ വീഡിയോസിന് എല്ലാവരും വളരെ നല്ല അഭിപ്രായവും സപ്പോർട്ടുമാണ് തന്നിരിക്കുന്നത്. മുമ്പോട്ടും ഈ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ ഫോർ സപ്പോർട്ടിങ് അസ്. മറ്റൊന്നുമല്ല, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ മേഖലയിൽ തന്നെ വീഡിയോ ചെയ്യുന്ന ചില വ്യക്തികൾ അവരവരുടെ സ്വന്തം താല്പര്യപ്രകാരം അവർ ചില ക്ലിനിക്കിനെ പ്രൊമോട്ട് ചെയ്യുകയും മറ്റ് ചില ക്ലിനിക്കിനെ ഡിമോട്ട് ചെയ്യുകയും സംസാരിക്കുകയുണ്ടായി. അത് പുതിയതായി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അവരിലൊരു കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ആ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്യുക, യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക, അതാണ് നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ രണ്ടുപേരും രണ്ട് ക്ലിനിക്കുകളിൽ സർജറി ചെയ്തവരാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ക്ലിനിക്കിനെ കുറിച്ച് പറയുന്ന അഭിപ്രായം അത് വാലിഡാണ്. അല്ലാതെ മറ്റൊരു ക്ലിനിക്കിൽ സർജറി ചെയ്തിട്ട് വേറൊരു ക്ലിനിക്കിനെ താഴ്ത്തിക്കെട്ടി പറയുന്നത് അത് തീർച്ചയായും അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്ന ഒരു വീഡിയോയിലൂടെ കമൻറ്റ് സെക്ഷനിലൂടെയും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കും ഞങ്ങൾ ചോദിച്ചു, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇങ്ങനെ ഈ ക്ലിനിക്കിനെ മോശമാക്കി പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അതിനൊരു പ്രോപ്പർ മറുപടിയില്ല. അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ക്ലിനിക്കും അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു മാൽ ഫങ്ഷൻസും ചെയ്യാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഈ സർജറിയുടെ കേസൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ 100-ൽ 1 കേസ് ഫ്ലോപ്പ് ആയാൽ മതി, അത് അവരുടെ ബിസിനസ്സിനെ തന്നെ ബാധിക്കും. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കാര്യം എടുക്കുകയാണെങ്കിൽ പല ക്ലിനിക്കുകളിലും പല മെത്തേഡാണ്. അതായത് FUE, FUT, റിയൽ ടൈം FUE, DHI, സഫയർ ബ്ലേഡ്, അങ്ങനെ ഒരുപാടുണ്ട്. ഈ ഓരോ പാക്കേജിനും അതിൻ്റേതായ റേറ്റ് വ്യത്യാസങ്ങളുമുണ്ട്. ആസ് എ കസ്റ്റമർ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ തലയിൽ മുടി ഉണ്ടാവണം എന്നതിൽ മാത്രമാണ് കാര്യം. അല്ലാതെ ഇപ്പോൾ റേറ്റ് കൂടിയ സ്ഥലത്ത് പോയി ചെയ്തുകൊണ്ട് അവിടെ നല്ല റിസൾട്ട് ഉണ്ടാവണമെന്നോ അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞെടുത്ത് പോയി ചെയ്താൽ അത് മോശം റിസൾട്ടാണെന്നോ ചിന്തിക്കരുത്. അത് വെറും ഒരു മിഥ്യാധാരണ മാത്രമാണ്. ഇപ്പോൾ പെർ ഗ്രാഫ്റ്റ് 10 രൂപയായാലും ശരി 50 രൂപയായാലും ശരി, നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു ക്ലിനിക്കിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി മാത്രമാണ്. ഇപ്പം നമ്മളൊരു ക്ലിനിക്കിനെ വിശ്വസിച്ച് നമ്മുടെ തല കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവരതിൽ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ലൈഫിൽ 1-2 തവണ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതെല്ലാവരും ഓർത്തിരിക്കണം. കാരണം നമ്മളൊരു ക്ലിനിക്ക് ചൂസ് ചെയ്യുന്ന സമയം അവരുടെ പ്രീവിയസ് വർക്കുകൾ, അതിൻ്റെ ഫോട്ടോസ്, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ തന്നെ യൂട്യൂബിലെ അവരുടെ വർക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിലായാലും പിന്നീട് ചെയ്ത വീഡിയോയിലായാലും ശരി, നമ്മൾ ഇതുവരെ ഒരിടത്തും നമ്മൾ ഒരു ക്ലിനിക്കിൻ്റെ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ക്ലിനിക്കിലെ സർജറി ചെയ്യാവുള്ളൂ എന്ന ഒരിടത്തും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇതുവരെ ഒരിക്കലും ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മാക്സിമം ട്രാൻസ്പെറൻസിയിൽ മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും എനിക്ക് തോന്നിയ കുറച്ച് നെഗറ്റീവ് സൈഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുറഞ്ഞ എമൗണ്ടിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ക്ലിനിക്കുകളിലെല്ലാം തന്നെ അവർ ഫസ്റ്റ് പറയുന്നത് ഒരു വലിയ എമൗണ്ട് ഓഫ് ഗ്രാഫ്സ് ആയിരിക്കും. അതായത് ഇപ്പം എനിക്കായാലും ഫസ്റ്റ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത സമയത്ത് എന്നോട് അവരാ പറഞ്ഞത് 5500 ഗ്രാഫ്സാണ് അവരെന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ നേരി കൺസൾട്ട് ചെയ്തപ്പോൾ എനിക്കൊരു 4000 ഗ്രാഫ്റ്റ് മതി, 4000 ഗ്രാഫ്റ്റ് കൊണ്ട് ഏകദേശം ഫില്ലാക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് പറയുന്നത് നല്ല തിക്നെസ്സിൽ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാനാണ് ഇത്രയും നല്ല ഗ്രാഫ്സ് എടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ എൻ്റെ മറ്റൊരു സുഹൃത്തിൻ്റെ കൂടെ പോയതാണ്. ഒരു ക്ലിനിക്കിൽ കൂടെ പോയപ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു 2500 ഗ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അപ്രകാരമാണ് ഞാൻ ഈ 4000 എന്ന എമൗണ്ടിൽ നിന്ന് ഒരു 3500 എന്ന ഒരു ഗ്രാഫ്റ്റിൻ്റെ കൗണ്ടിലേക്ക് ഞാനാണ് ആ ഒരു കൗണ്ട് സജസ്റ്റ് ചെയ്തത്. സോ ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസും ട്രാൻസ്പ്ലാന്റിന് തയ്യാറെടുക്കുന്ന ഏതൊരു വ്യക്തിയും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഇതോടൊപ്പം വരുന്ന എല്ലാ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ അടുത്ത കമ്പാരിസൺ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.